ബിജുചേട്ടാ നമസ്കാരം. നമസ്കാരം. കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലങ്ങളിലേക്ക് തന്നെയാണ് വരുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധമുണ്ടാകുമെന്ന് നമ്മുടെ അനിൽ ചൗഹാൻ, നമ്മുടെ CDS നിരന്തരം പറയുകയാണ്. ഉപേന്ദ്ര ദ്വിവേദി പറയുകയാണ്. അതിൻ്റെ ഇടയിൽ NSS രൂപീകരിക്കുന്നു നമ്മുടെ കേന്ദ്ര സർക്കാർ. അത് വലിയൊരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു മൂവായിട്ട് വിലയിരുത്തപ്പെടുന്നു. ട്രെയിനകത്തു നിന്നും വിക്ഷേപിക്കാവുന്ന മിസൈലുകൾ ഇറക്കുന്നു. സബ്മറൈനുകളിൽ പുതിയ സോണാർ കോട്ടിങ്ങുകൾ വരുന്നു. 200 നേവൽ ഫ്ലീറ്റുകൾ ഉടനെ തന്നെ ഇറങ്ങും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. റഫേൽ 140 മേടിക്കാനായിട്ട് വലിയൊരു ബൃഹത് പദ്ധതി തയ്യാറാക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു. DRDO അതിശക്തമായി നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാനുള്ള ആയുധങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ സബ്മറൈനുകളിൽ നിന്നും, ഈ ആണവ റിയാക്ടറുകളുള്ള സബ്മറൈനുകളിൽ നിന്നും ആണവ പോർമുനകൾ അത് തൊടുക്കാനുള്ള വലിയ പരീക്ഷണങ്ങൾ നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അങ്ങനെ വലിയ രീതിയിൽ നമ്മുടെ രാജ്യം മുന്നൊരുക്കം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് പറയുന്നു. അതിന്റെ ആദ്യത്തെ അലയൊലി ഇപ്പോ അടിച്ചിരിക്കുകയാണ്. രാജ്നാഥ് സിംഗ് ഇന്ന് വിജയദശമി ദിനത്തിൽ രാജ്നാഥ് സിംഗ് ഒരു വലിയ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതിനിടയിൽ പാക് അധീന കശ്മീരിൽ ഇപ്പോൾ സംഘർഷങ്ങൾ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതിനെക്കാട്ടിലും രൂക്ഷമായി മാറിയിരിക്കുന്നു എന്ന് പറയുന്നു. അത് രാജ്നാഥ് സിംഗ് പറഞ്ഞത് പാക് അധീന കശ്മീർ സ്വാഭാവികമായിട്ടും നമ്മളിലേക്ക് വന്നു ചേരുമെന്നാണ്. അതിന് പുറമെ പാക് അധീന കശ്മീരിൽ നിന്നും ഭീകരർ പലായനം ചെയ്ത ഭീകരർ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിലേക്ക് പോയി. അമേരിക്കയെ പ്രീതിപ്പെടുത്താനായിട്ട് ഷഹബാസ് ഷരീഫും മുനീറും പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ രാജ്നാഥ് സിംഗ് ഈ വിജയദശമി ദിനത്തിൽ പറഞ്ഞിരിക്കുന്നത് സർക്രിക്ക് എന്ന് പറയുന്ന പ്രദേശത്ത് പാകിസ്ഥാൻ വലിയൊരു തിരിച്ചടിക്ക് നീക്കം നടത്തുന്നു എന്നുള്ളതാണ്. സർക്രിക്കിൽ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ കറാച്ചിയും ലാഹോറും നിങ്ങളുടെ മാപ്പിൽ നിന്ന് നിങ്ങൾ മറന്നേക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് രാജ്നാഥ് സിംഗ്. ഇത് അനീതിക്കെതിരെ നീതിയുടെ പോരാട്ടമാണ്, തിന്മയ്ക്കെതിരെ നന്മയുടെ പോരാട്ടമാണ് എന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജ്യം വലിയ രീതിയിൽ തയ്യാറെടുക്കുകയാണ്, അല്ലെങ്കിൽ തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം ഒരെണ്ണം കൂടെ ഉണ്ട്. തേജസ് വിമാനം ഇപ്പോൾ മിഗിന് പകരം നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് ചേരാൻ എനിക്ക് തോന്നുന്നു 1 മാസത്തിനകം അല്ലെങ്കിൽ ഒരാഴ്ചക്കകം, ഞാൻ വായിച്ചതാണ്, ഒരാഴ്ചക്കകം അത് ചേരും എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നു കഴിഞ്ഞു. അപ്പോഴാണ് രാജ്നാഥ് സിംഗിന്റെ ഈ പ്രസ്താവന വരുന്നത്. നമ്മൾ ഇതുവരെ കേൾക്കാത്തൊരു പ്രദേശമാണ് സർക്രിക്ക് എന്ന് പറയുന്നത്. എന്താണ് ഈ സർക്രിക്ക്? ഈ സർക്രിക്കിന്റെ പ്രത്യേകത എന്താണ്? അവിടെ എന്തിനാണ് പാകിസ്ഥാൻ വലിയൊരു വമ്പൻ സൈനിക ഈ വിന്യാസം നടത്തുന്നത്? പിന്നെ POKയുടെ നിലവിലത്തെ അവസ്ഥ എന്താണ്? കാരണം POKയിൽ അവിടെ പാകിസ്ഥാൻ ഇറക്കിയ സകല പോലീസ് ഉദ്യോഗസ്ഥരെയും സൈനികരെയും അവർ ബന്ദികളാക്കി, ഒരു 100-150 സൈനികരെ ഇപ്പോൾ ബന്ദികളാക്കി വെച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വന്നു. ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. എന്താണ് സംഭവിക്കുന്നത്? വലിയ രീതിയിലുള്ള നീക്കങ്ങളാണ് അതിർത്തിയിൽ നടക്കുന്നത്. നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് അനവധി സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. അതിൽ ഗുജറാത്തുണ്ട്, മഹാരാഷ്ട്രയുണ്ട്, രാജസ്ഥാനുണ്ട്, ഹരിയാനയുണ്ട്, പഞ്ചാബുണ്ട്, ജമ്മു കാശ്മീരുണ്ട്. അങ്ങനെ വിശാലമായിട്ടൊരു വലിയ അതിർത്തിയാണ് നമുക്ക് പാകിസ്ഥാനായിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു അതിർത്തിയാണ് ഈ പറയുന്ന സർക്രിക്ക് എന്ന് പറയുന്ന ഒരു അതിർത്തി. നമ്മുടെ ഒരുപക്ഷെ ഈ ജില്ല പറയുമ്പോൾ പ്രേക്ഷകർക്ക് ആ ജില്ലയെക്കുറിച്ച് അറിയാം. കച്ച് എന്ന് പറയുന്നത് ഗുജറാത്തിന്റെ തീരപ്രദേശമായ കച്ചാണ്. ഈ പ്രദേശം പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ഓർമ്മ കാണും. പണ്ടൊരു ഭൂകമ്പം ഉണ്ടായിരുന്നു. ഭുജിലും കച്ചിലുമായിരുന്നു ആ ഭൂകമ്പം, വലിയ ഭൂകമ്പം. ഇതിന്റെ ഒരു അലയലുകൾ പാകിസ്ഥാനിലും ഉണ്ടായിരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കച്ചിലെ റൺ ഓഫ് കച്ച് എന്ന് പറയുന്ന ഒരു മുനമ്പ്, ആ കച്ച് ബോർഡറാണത്. അതിന് തൊട്ടടുത്ത് തൊട്ടപ്പുറത്ത് പാകിസ്ഥാന്റെ സിന്ധ് പ്രവിശ്യയുമായി ഇടയില് ഒരു 96 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഒരു ചെറിയ കടലിടുക്കുണ്ട്. ഈ കടലിടുക്കിനെ നമ്മൾ മധുരപ്പുഴ എന്നും വിളിക്കാറുണ്ട്. സക്രി കടലിടുക്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മധുരപ്പുഴ എന്നും നമ്മൾ വിളിക്കാറുണ്ട്. ഇതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അതിർത്തി ഇതിന്റെ മധ്യഭാഗമാണ്. മിഡ് ചാനൽ എന്നാണ് ഇംഗ്ലീഷുകാർ ഇതിന് പേര് നൽകിയിരുന്നത്. ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയപ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഒരു രൂപരേഖ അന്നും ആയിട്ടില്ല, ഇന്നും രൂപരേഖ ആയിട്ടില്ല. നമ്മൾ പറയുന്നത് ഈ കടലിടുക്കിന്റെ മധ്യഭാഗം വരെ നമ്മുടേതാണ്. അതായത് ആ ഒരു സെൻട്രൽ ലൈൻ ഉണ്ടല്ലോ, അതിനാണ് മിഡ് ചാനലിന്റെ ആ സെൻട്രൽ ലൈൻ. പക്ഷെ പാകിസ്ഥാൻ പറയുന്നത് സെൻട്രൽ ലൈൻ അല്ല, കിഴക്കേ ബോർഡറാണ് ഞങ്ങളുടെ അതിര്. കിഴക്കേ ബോർഡർ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ തീരമാണെന്നാണ് അവർ പറഞ്ഞു വരുന്നത്. ഇതിനെ ചൊല്ലി പലപ്പോഴും സംഘർഷം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് തവണ ചർച്ച നടത്തിയിട്ടും എങ്ങും എത്തിയില്ല. ശ്രീമതി ഇന്ദിരാഗാന്ധിയും ഭൂട്ടോയും ചർച്ച നടത്തിയ ഒരു ഉടമ്പടിയുടെ വക്കിൽ എത്തി നിന്നിട്ടും എങ്ങും ഇത് എത്തിയില്ല. പിന്നീട് 2007 ഒരു സംയുക്തമായി 2 കൂട്ടരും കൂടി സർവേ നടത്താൻ വന്നു. അതും എങ്ങും എത്തിയിട്ടില്ല.
അപ്പൊ ഇതൊന്നും ഒരു ഉം. ബാധിതമായ ഒരു ഏരിയ ആണ്. ഇതൊരു ചതുപ്പ് നിലമാണ്. ഇന്ത്യൻ പ്രദേശം ഒരു ചതുപ്പ് നിലമാണ്. അവിടെ ഒരു വലിയ സൈനിക ടെന്റുകളോ മറ്റു വാഹനങ്ങളോ ഒന്നും പെട്ടെന്ന് അങ്ങനെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല, ചതുപ്പും കൂടെയാണ് അവിടെ. അവിടേക്ക് മുമ്പ് പാകിസ്ഥാൻ ഈ ബോട്ടുകളിൽ ഭീകരന്മാരൊക്കെ എത്തിക്കുമായിരുന്നു, പണ്ട് ആയുധങ്ങളും മറ്റും എത്തിക്കുമായിരുന്നു. 1965 ഇന്ത്യ പാക് യുദ്ധത്തിൽ ഈ കച്ച് പ്രദേശത്ത് പാകിസ്ഥാൻ ആക്രമണം അഴിച്ചുവിട്ടു. അപ്പോഴാണ് ഇതൊരു നിർണായക പ്രദേശമായി മാറുന്നത് കച്ച്. അതിനുശേഷം 1971 നമ്മൾ ഈ കച്ചിനോട് ചേർന്ന് കിടക്കുന്ന കടലിൽ കൂടെ നീങ്ങി നമ്മുടെ നാവികസേന 1971 ഡിസംബർ 4-നും 8-നും 2 അടി കറാച്ചിക്ക് നൽകി. കറാച്ചിക്ക് ഉണ്ടായിരുന്ന അവരുടെ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന അവരുടെ പടക്കപ്പലുകൾ അടക്കം നമ്മൾ അടിച്ച് മുക്കിക്കളഞ്ഞു. അവരുടെ ഈ എണ്ണ ടാങ്കുകളുണ്ട്, മറ്റേ ഈ സംഭരിക്കുന്ന ശാല, അത് മൊത്തം നമ്മൾ നശിപ്പിച്ചു. അത് ഇപ്പോഴും നേവിയുടെ വിജയദിനമായിട്ട് ഡിസംബർ 4 ആഘോഷിക്കുന്നത്. അതായത് 4-നായിരുന്നു ആദ്യ അടി, 8-ന് സമ്പൂർണ്ണ ഒരടി കൂടെ കൊടുത്തു. അതിനുശേഷം ഈ പാക് നാവികർക്ക് പുറത്തിറങ്ങാൻ പോലും ഭയമായിരുന്നു. പുറത്ത് ഇറങ്ങാൻ കഴിയും, കാരണം അവരുടെ കപ്പലുകൾ കംപ്ലീറ്റ് പോയി കറാച്ചി ഛിന്ന ഭിന്നമാക്കി കളഞ്ഞു. ഇത്തവണയും നമ്മൾ അടിക്കുമെന്ന് കരുതിയിട്ട് അവര് സൗദിയുടെയോ ഇറാന്റെയോ എങ്ങാണ്ട് ഒരു ഷിപ്പ് അവിടെ കൊണ്ടിട്ടിരുന്നു. നമ്മൾ അടിക്കത്തില്ല, ഇത് കണ്ടു കഴിഞ്ഞാൽ അടിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ നേരത്തെ തന്നെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു, എല്ലാം വിട്ടു പൊക്കോണമെന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ചെയ്തിരുന്നു. അപ്പൊ ഇതുകൊണ്ട് അതൊരു നിർണായകമായ ഒരു പ്രദേശമാണ്. പലപ്പോഴും ഇരു രാജ്യത്തെ മത്സ്യത്തൊഴിലാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന്റെ ബോർഡർ കടക്കുന്നതും ജയിലിലാകുന്ന ഒരു പതിവ് കാഴ്ചയാണ്. ജയിലിൽ കിടക്കും മാസങ്ങളോളം, ചിലപ്പോൾ വർഷങ്ങളോളം ജയിലിൽ കിടക്കും. ജയിലിൽ കടന്നതിന് ശേഷം പിന്നീട് അവരെ വിട്ട് കിട്ടുന്ന ഒരു പരിപാടിയുണ്ടത്. പക്ഷെ ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു അതിർത്തി. ആകെ ഉള്ളത് ഈ 96 കിലോമീറ്ററിന്റെ ദൈർഘ്യമാണ് അപ്പുറത്ത്. അപ്പോൾ ഇവിടെ ഈ അടുത്ത സമയത്ത് വലിയ രീതിയിൽ തന്നെ പാകിസ്ഥാൻ സൈനിക വിന്യാസം നടത്തുന്നുണ്ട്. ഈ അവരുടെ സിന്ധു പ്രവിശ്യയിൽ ഈ പറയുന്ന സക്രേക്കിന്റെ മറുകരയിൽ വലിയ രീതിയിൽ സൈനിക നീക്കങ്ങൾ നടത്തുന്നു. ഇന്ത്യയും വളരെ കാലമായി ഇവിടെ വലിയ സംവിധാനങ്ങളാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ കോസ്റ്റ് ഗാർഡിന്റെ മറ്റുമൊക്കെ പ്രവർത്തനങ്ങളുണ്ട്, നമ്മുടെ വാർഷിപ്പുകളുണ്ട് ഇവിടെ. അങ്ങനെ നമ്മളും വലിയ നീക്കങ്ങൾ തന്നെ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഒരു മേൽക്കൈ നമുക്ക് ഉണ്ട്. ഒന്ന്, നമ്മൾ പണ്ട് 1971 കറാച്ചി അടിച്ച ഒരു മേൽക്കൈ ഉണ്ട്. അത് കൂടാതെ തന്നെ നമ്മളെ സംബന്ധിച്ച് ഇതൊരു വലിയ ദൂരമുള്ള ഒരു ഇടമല്ല, വളരെ എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന ഒരു ഇടമായിട്ടാണ് അത് മാറുന്നത്. ഇനി ഇവിടെ നിന്ന് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ, അതായത് ഇനിയിപ്പോ ഇവരുടെ കറാച്ചിയാണ് നമ്മൾ ലക്ഷ്യം വെക്കുക. അതായത് ഇപ്പൊ ഇവിടെ ഒരു ചെറിയ മൂവ്മെന്റ് നടന്നാൽ കറാച്ചിയിൽ അടിക്കും. കാരണം ഇപ്പം നമ്മൾ ഇന്ത്യ ഇപ്പൊ എവിടെ അടിക്കും എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻകാർക്ക് കൃത്യമായിട്ട് അറിയാം അവിടെ തന്നെ അടി വരും എന്നുള്ളത്. കാരണം നമ്മളത് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് കാണിച്ചു കൊടുത്താണ് എവിടെയൊക്കെ നമുക്ക് അടിക്കാൻ പറ്റും. അപ്പൊ ഈ കറാച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കച്ച് അതിർത്തിയിൽ നിന്ന് കേവലം 400-450 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. കച്ച് അതിർത്തിയിൽ നിന്ന്, ഞാൻ ഈ പറഞ്ഞ കടലിടുക്കിന്റെ ദൂരമാണ് 96 കിലോമീറ്റർ പറഞ്ഞെങ്കിൽ, അപ്പുറത്തേക്ക് കടന്നുപോയി കറാച്ചി എന്ന് പറയുന്ന സിന്ധു പ്രവിശ്യയിലുള്ള അവരുടെ ഏറ്റവും വലിയ വ്യാവസായിക നഗരം, തുറമുഖ നഗരം, ട്രേഡിംഗ് നടക്കുന്ന നഗരം അടിക്കണമെങ്കിൽ 400 കിലോമീറ്റർ മതി. ഗുജറാത്തിൽ നിന്ന് നമ്മൾ പോയി അടിക്കാൻ, രാജസ്ഥാനിൽ നിന്ന് പോയി അടിക്കാനായിട്ട് 500 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈ കറാച്ചി എന്ന് പറയുന്ന സ്ഥലത്ത്. ഇനി മഹാരാഷ്ട്രയിൽ നിന്നും പോയിട്ടും ഈ കറാച്ചിക്ക് അടി കൊടുക്കാൻ പറ്റും, 1000 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. സത്യത്തിൽ ഈ ദൂരം എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഒരുപക്ഷെ വലിയ ദൂരമായിട്ട് നമുക്ക് തോന്നും, നമ്മളത് ഈ നമ്മുടെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നുണ്ട്. പക്ഷെ സൈന്യത്തെ സംബന്ധിച്ച് ഒരു ദൂരമേ അല്ല. കാരണം നമ്മുടെ ഒരു ചെറിയ മിസൈലിന് പോലും എത്തപ്പെടാവുന്ന റേഞ്ചിന് ഇപ്പുറമാണ് അത് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ പഞ്ചാബ് പ്രവിശ്യയിലുള്ള അവരുടെ പ്രധാനപ്പെട്ട ഒരിടമാണ് ലാഹോർ. ലാഹോറാണ് ഇവരുടെ വൈകാരികപരമായും ചരിത്രപരമായും പ്രാധാന്യമുള്ള ലാഹോറാണ്. ഇന്ന് നമ്മുടെ പ്രതിരോധ മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് ഇന്നത്തെ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഈ സക്രിക്കിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നീക്കം നടത്തിയാൽ ഞങ്ങൾ കറാച്ചിയും ലാഹോറും പിടിച്ചെടുക്കും, തകർത്ത് കളയുമെന്നാണ്. ലാഹോറിന് ദൂരം എത്രയാണെന്നറിയാമോ? വാഗാ അതിർത്തിയിൽ നിന്ന് 29 കിലോമീറ്റർ അകലെയാണ് ലാഹോർ കിടക്കുന്നത്. അതുപോലെ തന്നെ പഞ്ചാബിലെ അമൃത്സറിൽ നിന്ന് 50 കിലോമീറ്റർ അകലെയാണ് ലാഹോർ കിടക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളാണ്. നമുക്കറിയാം, ദൂരെ കിടക്കുന്ന പ്രദേശങ്ങളായിരുന്നു നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ വിവിധ ഭാഗങ്ങൾ, അതായത് നമ്മുടെ ഏത് സ്ഥലത്ത് നിന്ന് വേണമെങ്കിലും ഇവിടെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ എളുപ്പമാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം. അപ്പോൾ എനിക്ക് തോന്നുന്നു പാകിസ്ഥാൻ ഇപ്പോൾ പല വഴിക്ക് നിന്നുള്ള ആക്രമണങ്ങൾ നേരിടുകയാണ്. പാക് അധിനിവേശ കാശ്മീരിൽ അത് ഇന്ന് അവർ മുസഫറാബാദിലേക്ക് ഒരു ലോങ് മാർച്ച് ആഹ്വാനം നൽകിയിട്ടുണ്ട്. ഇന്നത്തെയും വെടിവെപ്പിൽ 12 പേരാണ് കൊല്ലപ്പെട്ടത്. പോലീസുകാരെ മുഴുവൻ തടങ്കലിലാക്കി എന്നൊരു വാർത്ത വരുന്നു. സൈന്യം ഇപ്പോൾ നേരിട്ട് തുരുതുരാ വെടിവെക്കുകയാണ്. ലോങ് മാർച്ചിനെ തടയുമെന്ന് സൈന്യം പറയുമ്പോൾ മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതകളുണ്ട്. അവിടുത്തെ ജനം പറയുന്നത്
തുടക്കത്തിൽ അവർ പാകിസ്ഥാനെതിരെ അല്ലായിരുന്നു അവരുടെ പ്രക്ഷോഭത്തിന്റെ ഒരു ആംഗിളെങ്കിൽ ഇപ്പോൾ സമ്പൂർണ്ണമായി ഉം. അവർ പാകിസ്ഥാന് മൂർദാബാദ് വിളിച്ചുകൊണ്ടും പാക് ഭരണാധികാരികൾക്ക് മൂർദാബാദ് വിളിച്ചുകൊണ്ടുമാണ്. ചില ദേശീയ മാധ്യമങ്ങളുടെ തലക്കെട്ട് തന്നെ പാകിസ്ഥാന്റെ പിടിവിട്ടു, സൈന്യം ഓടിത്തുടങ്ങി എന്നാണ് ചില മാധ്യമങ്ങൾ തലക്കെട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. പാകിസ്ഥാൻ അവിടെ പിടി അയഞ്ഞു തുടങ്ങി. കാരണം അവരെ സംബന്ധിച്ച് ഖൈബർ പഖ്തൂൺ മേഖല പുകഞ്ഞുകൊണ്ടിരിക്കുന്നു, ബലൂചിസ്ഥാൻ മേഖല പുകഞ്ഞുകൊണ്ടിരിക്കുന്നു, പാക് അധിനിവേശ കാശ്മീർ പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നമ്മൾ രണ്ടും കൂടെ ആ ലൈവ് സമയത്ത് പറഞ്ഞ ആ കാര്യങ്ങൾ തന്നെയാണിത്. ഇനി അധികം വൈകാതെ വിയോക്കയിൽ ഇത് സംഭവിക്കും, പഞ്ചാബ് പ്രവിശ്യയിൽ ഇത് സംഭവിക്കും, സിന്ധു പ്രവിശ്യയിൽ ഇത് സംഭവിക്കും. ഈ കച്ചിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവതരമാവുകയാണ്. കാരണം ഇവിടെ ഈ കടലിടുക്കിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്. എണ്ണ വാതക സമ്പത്തിന്റെ ഒരു ഉറവിടം കൂടിയാണ് ഈ കടലിടുക്ക്. അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങൾക്കും വലിയ താല്പര്യങ്ങളുമുണ്ട് ഇവിടെ. കാരണം ഈ മുനീറും സംഘവും ഇപ്പോൾ അമേരിക്കയ്ക്ക് എന്തൊക്കെ പാകിസ്ഥാനിൽ നിന്ന് വിൽക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ധാതുക്കൾ വിൽക്കാൻ പറ്റുമോ, എണ്ണ വിൽക്കാൻ പറ്റുമോ, പിണ്ണാക്ക് വിൽക്കാൻ പറ്റുമോ എന്നൊക്കെ. അവിടെയാണ് ഈ കടലിടുക്കിന്റെ പ്രാധാന്യം. കാരണം ഇത് വെറുമൊരു കടലിടുക്കല്ല, മത്സ്യബന്ധനം മാത്രം നടക്കുന്ന ഒരു കടലിടുക്കല്ല ഇത്. ഇത് വലിയ എണ്ണ വാതക വലിയ ഒരു ശേഖരം ഇവിടെയുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇവിടെ ഖനനം ചെയ്യാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വലിയ പഠനം നടത്താനോ കഴിയില്ല. കാരണം ഈ തർക്കം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഈ തർക്കം പണ്ടേക്ക് തീർക്കാമായിരുന്ന തർക്കമാണ്. കാരണം കറാച്ചി ഉൾപ്പെടെ നമ്മൾ അടിച്ച് നിലംപരിശാക്കി ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതൊരു കരാറിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മുടെ ഡിമാൻഡ് വെക്കാമായിരുന്നു. ഇതാണ് സെൻട്രൽ ആണ്, ഇതാണ് നമ്മുടെ അതിർത്തി എന്ന് വെക്കാമായിരുന്നു. അന്ന് നമ്മുടെ ഭരണാധികാരികൾ അതിന് മുതിർന്നില്ല. 2007 നമ്മൾ അതിനൊരു നീക്കം നടത്തി, അതും വിജയിച്ചിട്ടില്ല. ഒരിക്കലും നമ്മളുടെ വിജയിച്ചിട്ടില്ല. അത് ഒരുപക്ഷെ നമ്മുടെ ഭരണാധികാരികൾക്ക് പറ്റിപ്പോയ പിഴവുകൾ തന്നെ എന്ന് നമുക്ക് അതിനെ പറയേണ്ടി വരും. ഏതായാലും ഇന്ന് നമുക്ക് അടുത്ത ഒരു യുദ്ധമുഖം ഗുജറാത്തിൽ തുടങ്ങുന്നു എന്നുള്ളതാണ്. അതായത് ഗുജറാത്തിന്റെ തീരം പാക് ആക്രമണത്തിന്റെ ഒരു മുഖമാക്കി അവർ മാറ്റാൻ ശ്രമിക്കുമ്പോൾ അത് കാരണം അവർ മുമ്പ് ഇവിടെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇവിടെ കുറച്ചു നാൾക്ക് മുമ്പ് ശ്രീ മുനീർ, പാകിസ്ഥാന്റെ കരസേനാ മേധാവി ആയിരുന്ന മുനീർ, അദ്ദേഹം അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കുമെന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹം പറഞ്ഞൊരു സ്ഥലമുണ്ട്. അദ്ദേഹം പറഞ്ഞത് മുകേഷ് അംബാനിയുടെ റിഫൈനറി തകർക്കുമെന്നാണ്. അതായത് അത് ആദ്യമായിട്ടാണ് ജാംനഗറിലെ ആദ്യമായിട്ടാണ് ഒരു വിദേശ രാജ്യത്തുള്ള ഒരു റിഫൈനറിയുടെ പേരെടുത്ത് പറഞ്ഞിട്ടൊരു സൈനിക മേധാവി ഇങ്ങനെ വെല്ലുവിളി. ആ സ്ഥലവും ഗുജറാത്തിലാണ്. അപ്പൊ ഗുജറാത്ത് എന്ന് പറയുന്നത് വ്യാവസായികമായ നഗരമാണ്. അപ്പോൾ അങ്ങനെയുള്ള വ്യവസായ നഗരത്തെ അവർ ലക്ഷ്യം വെക്കുമെന്നും മാസങ്ങൾക്ക് മുമ്പേ അമേരിക്കയിൽ വെച്ച് മുനീർ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോഴാണ് ഈ പറയുന്ന സർക്രിക്കിന്റെ മറുകരയിൽ വലിയ സൈനിക നീക്കം പാകിസ്ഥാൻ നടത്തുന്നത്. പക്ഷെ ഇതൊരു ആത്യന്തികമായ യുദ്ധത്തിലേക്ക് തന്നെ പോകും. ഇതിനകത്തൊരു സമാധാനം ഇനി ഉള്ള ഒരു ചാൻസ് കുറവാണ്. കാരണം ഇന്ത്യ പാകിസ്ഥാൻ ഒരു സമാധാന ചർച്ച ഈ അടുത്ത കാലത്തൊന്നും നടക്കില്ല, നടക്കാനുള്ള സാഹചര്യവുമില്ല. ഈ ഒരു സാഹചര്യത്തിലേക്ക് വരും നാളുകൾ എങ്ങനെയാണ് എന്നുള്ളത് തന്നെയാണ്. കാരണം പാക് അധിനിവേശ കാശ്മീരിലെ ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ ഏത് രീതിയിൽ മാറും എന്ന് നമുക്ക് പറയാറായിട്ടില്ല. കാരണം ഇത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പഴയതുപോലത്തെ പ്രക്ഷോഭങ്ങളോ സംഘർഷങ്ങളോ അല്ല ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഇവരെ തടയാനായിട്ട് വലിയ ഈ ലോറിയുടെ കണ്ടെയ്നറുകളും മറ്റുമൊക്കെ വഴി നിരത്തി വെച്ചിരുന്നു. ആ കണ്ടെയ്നറുകളും മറ്റുമൊക്കെ പൊക്കി ജനം നദിയിലേക്ക് കളയുന്നതിന്റെ വീഡിയോസ് ഒക്കെ ഒരുപാട് പുറത്തു വരുന്നുണ്ട്. 12ഓളം പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ചെറിയ സംഘർഷവുമല്ല. ഇന്ന് അവര് ഈ മുസഫറാബാദിലേക്ക് ഒരു വലിയ ലോങ് മാർച്ചും അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്, തുടങ്ങിയെന്നാണ് എൻ്റെ അറിവ്. അപ്പം അതൊരു വലിയ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കൂടെ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ വാർത്തകൾ കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ പറയുന്നത് എളുപ്പത്തിൽ മനസ്സിലാകും. മുമ്പ് നമ്മൾ പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട്. ഖൈബർ പഖ്തൂൺ മേഖലയിൽ ഉള്ള തെഹ്രിക്കെ താലിബാൻ അടക്കം പാക് അധിനിവേശ കാശ്മീരിൽ പുതിയ താവളങ്ങൾ ഉറപ്പിക്കുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ പോയിന്റ്? ഇവിടെ നമ്മൾ കുറച്ച് ദിവസം കുറെ ഇവിടെയുള്ള ലഷ്കർ എ തോയ്ബ അടക്കമുള്ളവർ ഖൈബർ പഖ്തൂൺ മേഖലയിലേക്ക് പോകുന്നു. തെഹ്രിക്കെ താലിബാൻ അടക്കമുള്ളവർ ഖൈബർ പഖ്തൂൺ മേഖലയിൽ നിന്ന് POKയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ POKയിലെ ജനത്തിന് സപ്പോർട്ട് നൽകിക്കൊണ്ട് ഒരുപക്ഷെ അവർക്ക് ഈ ഖൈബർ പഖ്തൂൺ മേഖലയിലെ പോലൊരു പോരാട്ടം പാക് സൈന്യത്തിനെതിരെ നടത്തുവാനായിരിക്കാം. അവിടെയാണ് ഈ സംഘർഷം നടക്കുന്നത്. അപ്പൊ ചെറിയ ചെറിയ ചലനങ്ങൾ പോലും വലിയ പ്രാധാന്യമാണ്. ഇവിടെയാണ് നമ്മൾ പറയുന്ന ഓരോ വാർത്തയും മറ്റൊരു വാർത്തയുമായി കണക്ട് ചെയ്ത് വരുന്നത്. ഇപ്പോൾ ഈ സക്രിക്കിൽ നടക്കുന്ന ഒരു സംഘർഷത്തെ കുറിച്ച് പറയുന്നു. യുദ്ധസമാനമായ സാഹചര്യത്തിൽ നമ്മൾ നീങ്ങുമെന്ന് പറയുമ്പോഴും ഇതിനോട് ചേർത്ത് വായിക്കപ്പെടേണ്ടതാണ് മുകേഷ് അംബാനിയുടെ റിഫൈനറി തകർക്കുമെന്ന് മുനീർ പറഞ്ഞതും ഒപ്പം തന്നെ ഈ തെഹ്രിക്കെ താലിബാൻ അടക്കം പാക് അധിനിവേശ കാശ്മീരിലേക്ക് പുതിയ താവളം പണിയുന്നതും.